ചെവിയിലോ മൂക്കിലോ മരുന്നെത്തിക്കൽ, പുകവലിക്കൽ, ചെവിയിലേക്ക് ചെപ്പിയെടുക്കാനോ മറ്റു വല്ലതും ഇടൽ, കഫമോ രക്തമോ കലർന്ന ഉമിനീര് ഇറക്കൽ, ഉമിനീര് വായുവിൽ നിന്ന് പുറത്ത് പോയതിനു ശേഷം ഉള്ളിലേക്ക് വിഴുങ്ങൽ, അമിതമായി കൊപ്പിളിച്ചപ്പോൾ അറിയാതെ വെള്ളം ഉള്ളിലേക്ക് കടക്കൽ, മുങ്ങിക്കുളിക്കൽ വഴി ഉള്ളിലേക്ക് വെള്ളം കടക്കൽ, ഫർളോ സുന്നത്തോ അല്ലാത്ത വെറുതെയുള്ള കുളിയിൽ വെള്ളം ഉള്ളിലേക്ക് കടക്കൽ, തുപ്പാൻ കഴിയുന്ന കഫം ഇറക്കൽ, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന രിദ്ദത്തിന്റെ പദപ്രയോഗം, ഉടനെ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരൽ, ബോധക്ഷയമോ മനഃപൂർവ്വമല്ലാതെ മത്ത് സംഭവിക്കുകയോ പകലിൽ അല്പമെങ്കിലും ബോധം തിരിച്ചു കിട്ടാത്ത അവസ്ഥ, മനഃപൂർവ്വം മത്ത് ഉണ്ടാക്കൽ, ഇവ കൊണ്ടെല്ലാം നോമ്പ് മുറിയുന്നതാണ്.